അപ്പൊ നമ്മള് ഉണക്കമീനും മാങ്ങിയിട്ട കറി സൂപ്പർ കറി കേട്ടാ. ഇതുണ്ടെങ്കിൽ വേറെ ഉപ്പേരിയും പപ്പടം ഒന്നും വേണ്ട കേട്ടോ. കണ്ട മാങ്ങ ഇപ്പൊ നല്ല മാങ്ങ ഉണ്ട് കേട്ടോ ഇവിടെ കടയിലെല്ലാം. ഉണക്കലെല്ലാം ഉണ്ടെങ്കിൽ ഇവിടുത്തെ ഉണക്കല് കൊള്ളൂല കേട്ടാ. നാട്ടിൽ നിന്ന് വളർന്ന ഉണക്കലാണെങ്കിൽ സൂപ്പറാ. ഇപ്പൊ ഞാൻ വിചാരിച്ചിന്ന് തേങ്ങ അരച്ച് കറി വെക്കാം. മാങ്ങെല്ലാം കണ്ട. അപ്പൊ ഇതെങ്ങനെയൊന്ന് ഉണ്ടാക്കണെന്നൊന്ന് കണ്ടിട്ട് വായോ. എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടും കേട്ടോ. ഉണക്കമീന് ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല. ഉണക്കമീൻ ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല അല്ലെ. നമ്മളെ സ്ത്രീകൾക്കായിരിക്കും കൂടുതൽ ഉണക്കമീനോടെല്ലാം താല്പര്യം. നല്ല മത്തിയാണ് കേട്ടാ. നാട്ടിൽ നിന്ന് കൊടുന്ന ഉണക്കലെല്ലാം കഴിയാനായി. ഇനി ഇവിടുന്ന് ഉണ്ടാക്കണം. ഞാൻ ഉണ്ടാക്കുമ്പോ നിങ്ങൾക്ക് കാണിച്ചു തരണ്ട് ഇവിടെ എങ്ങനെയാണ് വെയിലത്ത് വെക്കാതെ ഉണക്കൽ ഉണ്ടാക്കുക കേട്ടോ. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കണെന്ന് സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ്. സിമ്പിൾ, പെട്ടെന്ന് 10 മിനിറ്റ് പരിപാടി കഴിയും. അപ്പൊ ആ കറി എങ്ങനെ ഉണ്ടാക്കണെന്ന് കാണാം. ഹലോ, അസ്സലാമു അലൈക്കും. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമായിട്ടിരിക്കട്ടെ. നിങ്ങളെ സ്വന്തം സായിക്കും സുഖമാണ്, താത്താക്കും സുഖമാണ്. പിന്നെ എന്തൊക്കെയുണ്ട്? അപ്പോൾ ഇന്ന് ഒരു അടിപൊളി നമുക്ക് ഉണക്കമീൻ മാങ്ങട്ട് കറി വെച്ചാലോ, തേങ്ങ അരച്ചിട്ട്. സൂപ്പർ കറിയാണ് കേട്ടോ. ഇപ്പോൾ നല്ല മാങ്ങ ഇവിടെ ഖത്തറിലും എല്ലായിടത്തും മാങ്ങ ഉണ്ട്, നാട്ടിലാണെങ്കിലും എല്ലാം. അപ്പോൾ ഇതേപോലെ നിങ്ങളൊരു ഉണക്കമീൻ മാങ്ങ ഇട്ടിട്ട് തേങ്ങ അരച്ചിട്ട് കറി വെച്ച് നോക്കും. ഈ കറി ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒന്നും വേണ്ട, ഈ കറി മാത്രം മതി. അത്രയും ടേസ്റ്റാണ് ഈ കറി കേട്ടോ. അപ്പോൾ നമ്മൾ ചട്ടി എടുത്ത് അതിലേക്ക് പച്ചമുളക്, കരിവേപ്പിൻ്റെ ഇല, മാങ്ങ, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ തേങ്ങ അരക്കണം കേട്ടോ. അപ്പോൾ ചട്ടിയിൽ നമ്മൾ ഇത്രയും ഇട്ട് അതവിടെ വെച്ച് തീയൊന്നും കത്തിച്ചിട്ടില്ല. അപ്പോൾ തേങ്ങ തേങ്ങയ്ക്ക് 2 ചെറിയുള്ളി, മഞ്ഞൾപ്പൊടി, മുളകും പൊടി നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്ക് അരച്ചിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഈ മുളകും പൊടിക്ക് നാട്ടിൽ നിന്ന് കൊടുത്തയച്ചതാണ് ഉമ്മ. പക്ഷെ കളറേ ഉള്ളൂ, എരിവേ ഇല്ല കേട്ടോ. അതാണ് അങ്ങനെ കൂടുതലിടുന്നത്. അപ്പോൾ ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചിട്ട് വരാം. അപ്പോൾ ഉലുവാപ്പൊടി ഇല്ലാത്തതുകൊണ്ടാണ് 2 മണി ഉലുവയും കൂടി ഞാൻ തേങ്ങയിലിട്ട് അരക്കുന്നുണ്ട് കേട്ടോ. ഉലുവാപ്പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ കറിയിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ട് വരട്ടെ. അപ്പോൾ അത് അരച്ച കറി തീയൊന്നും കത്തിച്ചിട്ടില്ല, മാങ്ങയിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ ഇപ്പം നമുക്ക് തണുപ്പായതുകൊണ്ടാണ് തേങ്ങ ഇങ്ങനെ നെയ്യ് പോലെ കെട്ടി കിടക്കുന്നത്. അപ്പുറം പിന്നെ ചോറ് അരിയാട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചോറ് ഇങ്ങനെ വിസിലടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ആ മിക്സി ആയിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഇനി ഇപ്പോഴാണ് ഞാൻ തീ കത്തിക്കുന്നത്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. മീൻ ഇതുവരെ ഇട്ടിട്ടില്ല കേട്ടോ, അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ ഉണക്കമീൻ ഇതുവരെ ഇട്ടിട്ടില്ല. ഇത് നല്ല തിളച്ചതിന് ശേഷം മാത്രം നമുക്ക് ഉണക്കൽ ഇട്ട് കൊടുക്കും. ഒന്നാമത് മത്തിയാണ്, അല്ലെങ്കിൽ കലങ്ങിപ്പോവും, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഞാനിതാ ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ ആ മീനിന് ഉപ്പ് കുറവാണ്, അതുകൊണ്ടാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. നല്ല ഉണക്കമീനിന് നല്ല ഉപ്പുണ്ടെങ്കിൽ ഉപ്പിടേണ്ട കാര്യമില്ല കേട്ടോ. അത് നന്നായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം. അപ്പോൾ ഇതേപോലെ ഒന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. നന്നായിട്ട് തിളക്കട്ടെ. നമ്മളെ കറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇതേപോലെ ആ പച്ചമുളകും മാങ്ങയും എല്ലാം ഒന്ന് വെന്ത് വരണം കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ കറി. നമുക്കൊന്ന് രുചി നോക്കാം. പുളിയും മുളകും ഉപ്പെല്ലാം ഉണ്ടോ നോക്കണം ഈ സമയത്ത് തിളച്ചതിന് ശേഷം. കരിവേപ്പ് ഇട്ട് കൊടുക്കാനും മറക്കരുത് കേട്ടോ. നന്നായിട്ട് തിളക്കാം. നല്ല സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല തിളച്ച് ഇനി നമുക്ക് മീനിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ മത്തിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കഴിഞ്ഞു കേട്ടോ. നാട്ടിൽ നിന്ന് കൊടുന്ന മീൻ, ഉണക്കമീനെല്ലാം
കഴിയാനായി. അപ്പോൾ ഇൻഷാ അല്ലാ ഞാനിവിടെ ഉണക്കൽ ഉണ്ടാക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നമുക്കിപ്പം നാട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല. ഉണക്കൽ ഇവിടെ വെയിലൊന്നും വേണ്ട, സൂപ്പറായിട്ട് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചിട്ട് തന്നെ ഏത് ഉണക്കലും ഉണ്ടാക്കുക. തെരണ്ടി ആവട്ടെ, സ്രാവാവട്ടെ, മത്തി, പിന്നെ അയില, എന്ത് വേണമെങ്കിലും ഇവിടെ ഉണക്കൽ ഉണ്ടാക്കുക. അത് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മത്തിയും കൂട്ടപ്പോൾ നല്ല സ്മെല്ലാട്ടോ. അപ്പം തന്നെ ചോറുന്നാൻ തോന്നിയിനി. അപ്പോൾ കറി ഇങ്ങനെ ആയതിൻ്റെ ശേഷം നമ്മൾ ഇത് വറവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ചട്ടി മാറ്റി കൊടുക്കുക. കറിയായിട്ടാ. ഇനി നമ്മൾ ആ അടുപ്പിൽ തന്നെ എന്താക്കുക, ചട്ടി വെച്ച് കൊടുക്കുക വറവിടാനുള്ള. നല്ല ചൂടായിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1 സ്പൂണ് നിറയെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിന് കേട്ടോ. അത് ചെറിയ സ്പൂണാണ്. എന്നിട്ട് 2 മണി ഉലുവ പൊട്ടിക്കണം കേട്ടോ. ഉലുവ പൊട്ടിക്കണം. അപ്പോൾ നമ്മളിത് വറവിടുന്നത് ഉലുവയും ചെറിയുള്ളിയാണ് കേട്ടോ. അതാ 2 മണി അത്രയേ ഉള്ളൂ. കുറച്ച് ഉലുവ ഇട്ട് കൊടുത്താൽ മതി. അതിന് വേറെ തന്നെ ഒരു ടേസ്റ്റാണ് കേട്ടോ. ഉലുവയിൽ ഉണക്കമീൻ കറി വറവിട്ടാൽ അത് പൊട്ടി വന്നാൽ നമ്മൾ ചെറിയ ഉള്ളി ഒരു 3-4 ചെറിയ ഉള്ളി എടുത്തിന് അതിട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ കുറച്ച് മുളകും പൊടി ഇടണം കേട്ടോ. നന്നായിട്ട് മൂക്കണം. കളറെല്ലാം ഒന്ന് ചേഞ്ച് ആവണം. നന്നായി കളർ ചേഞ്ച് ആയതിന് ശേഷം മാത്രം നമുക്ക് ഇങ്ങനെ കളറ് നല്ല മൂത്ത് വരണം. എന്നാലാണ് നല്ല രുചി ഉണ്ടാവുള്ളൂ നമ്മളെ കറിക്ക്. കുറച്ച് മുളകും പൊടി. ഇത് നല്ല ടേസ്റ്റാട്ടോ. ഇങ്ങനെ മുളകും പൊടി വറവിടുമ്പോൾ ഇട്ട് മൂപ്പിച്ച് കറിയിൽ ഒഴിച്ച് കൊടുത്താൽ. അപ്പം നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടാ. സൂപ്പർ കറിയായിരുന്നു. അപ്പം നമ്മൾ കറി അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ഉണക്കമീൻ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അതിൽ ഉലുവ ഇടാനൊന്നും മറക്കരുത്. പിന്നെ മാങ്ങ ഉണ്ടായതുകൊണ്ട് നമുക്ക് പുളി ഇടേണ്ട കാര്യമില്ല. മാങ്ങക്ക് നല്ല പുളി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മളെ കറി ഇവിടെ റെഡിയായി. കറി എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. കണ്ട ഉണക്കലൊന്നും ഉടഞ്ഞിട്ടില്ല. അതേപോലെ മാങ്ങ നല്ല വെന്ത് പോയിട്ടില്ല. ഇങ്ങനെ വേണം ഉണ്ടാക്കാൻ കേട്ടോ. അപ്പം നമ്മൾ മൂടി വെച്ച്. അപ്പോൾ മാങ്ങയും ഉണക്കമീനും ഇട്ടിട്ട് ഉള്ളൊരു കറിയാണ്. തേങ്ങ അരച്ച കറിയാണ്. സൂപ്പർ കറിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാൽ ഇത് ഒന്ന് ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ എല്ലായിടത്തും നല്ല മാങ്ങ ഉണ്ട് കേട്ടോ. അപ്പോൾ മാങ്ങ കിട്ടിയാൽ ഇങ്ങനെ ഉണക്കമീനെല്ലാം നാട്ടിൽ നിന്ന് കൊടുത്ത ഉണക്കലാണെങ്കിൽ സൂപ്പറാണ്. അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഉണ്ടാക്കണം കേട്ടോ. ഞാനിപ്പോൾ നാട്ടിൽ നിന്ന് കൊടുത്ത ഉണക്കമീനെല്ലാം കഴിഞ്ഞു. ഇനി ഞാൻ ഇവിടുന്ന് എങ്ങനെയാണ് നമുക്ക് വെയിലത്തൊന്നും വെക്കാതെ സൂപ്പറായിട്ട് ഉണക്കമീൻ ഉണ്ടാക്കാമെന്ന് ഞാൻ മീൻ വാങ്ങിയിട്ട് ഉണ്ടാക്കുന്ന കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഉണക്കമീനെല്ലാം ഉണ്ടെങ്കിൽ ഇതേപോലെ മാങ്ങിട്ട് തേങ്ങ അരച്ച് വെച്ചാൽ വേറൊരു കറിയോ ഉപ്പേരിയോ അപ്പോഴും ഒന്നും വേണ്ട കേട്ടോ. ഈ കറി മാത്രം മതി. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്ന് ഉണ്ടാക്കുന്നത് കണ്ടിട്ട് ഉണ്ടാക്കിയിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളെല്ലാം അറിയണം. പിന്നെ ഇത് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാം. അതേപോലെ ഫുള്ള് വീഡിയോ നിങ്ങൾക്ക് ടൈം ഉണ്ടാകുമ്പോൾ കാണാൻ ശ്രമിക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ ഒന്ന് ബെല്ലൈക്കനും കൂടി അമർത്തണം. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങളടുത്ത് അതേ സ്പോട്ടിൽ എത്തുള്ളൂ. പിന്നെ അപ്പോൾ എല്ലാവർക്കും സുഖമാകട്ടെ. അപ്പോൾ നോമ്പല്ലാതാ വരവായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും നല്ലത് വരട്ടെ.